നമസ്കാരം. ഇരുവരും നിയോജക മണ്ഡലത്തിൽ റെനർജിയുടെ ആദ്യ ഫ്രാഞ്ചൈസി ഇപ്പോൾ ഇവിടെ കൊട്ടിയം പട്ടരമുക്ക് ജംഗ്ഷനിൽ അതിൻ്റെ ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെയും അതിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ താഹയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ, ഇവിടുത്തെ പൗരപ്രമുഖരുടെ സാന്നിധ്യത്തിൽ അത് ഉദ്ഘാടനം നിമിഷങ്ങൾക്ക് മുമ്പ് നിർവഹിച്ചിരിക്കുകയാണ്. സോളാർ പ്ലാന്റിലേക്ക് ഓരോ വീടുകളും ഓരോ സ്ഥാപനങ്ങളും ഇന്ന് മാറിക്കൊണ്ട് സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ആ വൈദ്യുതി സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു നല്ല ഗ്രീൻ എനർജി കൾച്ചറിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംരംഭം ഇരയൂര് നിയോജക മണ്ഡലത്തിൽ കൂടുതൽ ഫലപ്രദമായി, കൂടുതൽ ശക്തമായി ഇവിടെ പ്രവർത്തന നിരതമാകട്ടെ എന്ന് ഈ ഉദ്ഘാടന സമയത്ത് ഏറ്റവും ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് റോയ് ക്രിസ്റ്റി, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഓഫ് റെനർജി സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. എല്ലാവർക്കും സോളാറിൻ്റെ ഒരു ആവശ്യകത അറിയാം. അപ്പോൾ ഇത് നമ്മുടെ ഇരവിപുരം ഫ്രാഞ്ചൈസി സാർ എടുത്തിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ 35ാമത്തെ ഫ്രാഞ്ചൈസിയാണ്. ഇപ്പം ഇവിടുത്തെ MLA ആയ നമ്മുടെ മിക്ക MLA മിസ്റ്റർ വിഷ്ണുമോഹൻ സാറാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫ്രാഞ്ചൈസി അവർക്കൊരു വളരെ സക്സസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഒരു ഫ്രാഞ്ചൈസി വൻ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. എൻ്റെ പേര് താഹ എന്നാണ്. ഞാൻ ചെറിയ ചില ബുക്സ് ഡിസ്ട്രിബ്യൂഷൻ രംഗത്തൊക്കെയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഇങ്ങനെ ബിസിനസ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച സമയത്താണ് സോളാർ മേഖലയിലേക്ക് കടന്നു വരണമെന്നതിനെ കുറിച്ചൊരു ആഗ്രഹം വരുന്നത്. എനിക്ക് ഈ റെനർജി എന്ന് പറയുന്ന ഒരു കമ്പനി എനിക്കൊരു 3-4 വർഷമായിട്ട് അറിയാം. അതിന് എൻ്റെ റെഫറൻസിൽ എൻ്റെ കെയർ ഓഫിൽ 4-5 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോളാർ ഭാവിയിൽ വളരെ പ്രയോജനകരമായ അല്ലെങ്കിൽ ഉപകാരപ്രദമായ ഒരു സർവീസാണ്. കേവലം ഒരു ബിസിനസ് എന്നതിനപ്പുറത്ത് സോഷ്യലി ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് കൂടുതൽ താല്പര്യമാണ്. ഞാൻ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത്.